എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബഹുമാനപ്പെട്ട ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തെങ്കിലും അഡീഷണൽ സൗകര്യങ്ങൾ വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ട് അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഇത് മാനേജ് ചെയ്യാൻ പറ്റും. മാസപൂർത്തിക്ക് നമ്മളിപ്പോൾ എല്ലാ മാസവും മീറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ഇഷ്യൂസൊക്കെ അതിന് സോർട്ട് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. എന്നിരുന്നാലും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാസപൂർത്തിക്ക് ഉള്ളതിനേക്കാൾ അതിന് കൂടുതൽ ക്രൗഡ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ പരാതികൾ കൂടാതെ പോകാൻ പറ്റൂ. കൃത്യമായ സമരകാലം മൊത്തം നിരക്കി സമരകാലം നന്നാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കൂടി അതിൻ്റെ മുന്നോട്ട് പോയാൽ രണ്ടാമത്തെ പോയിന്റ് പാർക്കിംഗ് ഗ്രൗണ്ടുകളുമായി സർവീസ് കിട്ടാൻ ഇതിൻ്റെ സന്നിധാനത്തിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് മരക്കൂട്ടത്തിൽ ആംബുലൻസ് അന്വേഷണം കൊടുക്കുന്നത് അത് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം 44 പേര് മരിച്ചു അല്ലേ? 44 പേര് കാർഡിയാക് ഇഷ്യൂ മരിച്ചിട്ടുണ്ട്. അത് പലരും ഒരു ഏജ് ഗ്രൂപ്പൊക്കെ നോക്കിയത് 16 പേരുണ്ട്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി മരിക്കാനിടയായി. അത് കുറേ വിവാദം വന്നു, കുറേ പെറ്റീഷൻസ് വന്നു. അതെല്ലാത്തിനെയും കൊണ്ട് ഈ കാർഡിയാക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് വന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സർവീസ് മസ്റ്റായിട്ട് മരക്കൂട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നത് അത് റിമൂവ് ചെയ്തു. മാക്സിമം ആയതുകൊണ്ട് നമ്മുടെ സവാലുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു 2 ലാപ്ടോപ്പ് ഒരു പ്രിന്ററും അനുവദിച്ചു തന്നുള്ളവരാണ്. സ്റ്റാൻഡിൻ്റെ നടുഭാഗത്തൊരു ലക്കി പോസ്റ്റുണ്ട്. കഴിഞ്ഞ വർഷം വണ്ടികൾ 2 ദിവസത്തെ ബ്രേക്കുള്ളൂ. ആ സമയം മാറ്റാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അത് വെടി മാറ്റാൻ ഫിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പണി കൊടുക്കണം. ഒരു പരിധി വരെ സംവിധാനത്തായാലും പമ്പയിലായാലും എല്ലാ കടകളുടെ മുന്നിൽ അപ്പോൾ ഇന്ന് ഈ വേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് വീണ്ടും നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലാനുള്ള പ്രവണത ഉണ്ടാകുമെന്നാണ് ശബരിമല നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു മീറ്റിംഗാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയത്. അതിൽ കളക്ടറും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം പ്രസിഡൻറ്റ്, SP തുടങ്ങിയ മറ്റ് വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കഴിഞ്ഞ തവണ ഉണ്ടായ അവരുടെ അനുഭവങ്ങളും അതുപോലെ അവർക്ക് എന്തൊക്കെ സജഷൻസാണ് പറയാനുള്ളതെന്നും എസ്പെഷ്യലി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ക്രൗഡ് മാനേജ്മെൻറ്റ്, ക്യൂ ബുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് സജഷൻസ് ഉള്ളത്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സജഷൻസ് എടുക്കുകയും അതിനുശേഷം ഇതിൻ്റെ ഒരു ആക്ഷൻ ടേക്കൺ അടുത്ത മാസം കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പോലീസ് കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, PWD, അതുപോലെ തന്നെ KSRTC, ദേവസ്വം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ സജഷൻസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി അങ്ങോട്ട് സീസൺ തുടങ്ങുന്നത് വരെ എല്ലാ മാസവും ഒരു മീറ്റിംഗ് നമ്മളിവിടെ കൂടാനാണ് തീരുമാനിച്ചത്.